വെള്ളാർമല സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ദേശീയ താരമായ ഒരാളുണ്ട്, ഒരു ഫുട്ബോൾ താരം ഷർബിൽ ആലക്കൽ. സർവ്വതും തകർത്ത ഉരുൾപൊട്ടലിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഒപ്പം പന്ത് തട്ടിയ പല സുഹൃത്തുക്കളും ഇന്ന് ജീവനോടെയില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുന്നു. വയനാട്ടിൽ നിന്ന് ഷെഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പല ജീവിതങ്ങൾ വഴിയടഞ്ഞു പോയ കഥയുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചൂരൽമലയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിലുള്ള വെള്ളാർമല സ്കൂളിനപ്പുറത്തേക്ക് ഒരു ദേശീയ ഫുട്ബോൾ താരമുണ്ടായിരുന്നു, ഷർബിൽ ആലക്കൽ. ആ ദുരന്തം അദ്ദേഹവും മുഖാമുഖം കണ്ടു. ആ ദുരന്തത്തിൽ അദ്ദേഹത്തിനും അപകടം പറ്റി. ഒരിക്കലും ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത കുറെ കാഴ്ചകൾക്ക് ഷർബിൽ സാക്ഷിയായി. അങ്ങനെ ഷർബിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ കാലിന് പരിക്കുണ്ട്. നമുക്ക് വലിയ വിഷമഘട്ടം അത് നേരിട്ട് ഷർബിൽ ആലക്കലിനോട് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ അടക്കമുള്ള കാര്യങ്ങൾ, സ്വപ്നമായിരുന്ന ഫുട്ബോൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വീട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഷർബിൽ ആലക്കൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ഇതായിരുന്നു. അതിനകത്ത് ചെളിയടക്കം പൂണ്ട നിലയിലാണ് അത് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ജേഴ്സി പോലും അദ്ദേഹത്തിന് മടക്കി കിട്ടിയത് അത് വലിയ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ്. ഷർബിലെ ഈ ദുരന്തം നടക്കുമ്പോൾ ഷർബിൽ എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു, ഉറങ്ങിക്കിടക്കായിരുന്നു. ഒരു 1:30 ആയപ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ ഉറക്കത്തിൽ നമ്മളറിഞ്ഞില്ല, വീടൊക്കെ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾക്കാരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പയമ്മയും വിളിച്ചിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒക്കെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ടോർച്ച് അടിച്ചപ്പം വീടും കാര്യങ്ങളൊക്കെ ഒഴുകിയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടൊരു ഫ്രണ്ടിലൊരു കുന്നുണ്ട്, ആ കുന്നിന്റെ മേലേക്ക് ഓടി കയറിയിരുന്നു. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ പൊട്ടും വന്നത്. അപ്പൊ രണ്ടാമത്തെ തൊട്ട് കാണുന്നുണ്ട്. എന്താ പറയാ, നമ്മളെ തൊട്ട് ബാക്കിലൂടെ എങ്ങനെ പോയത്. അപ്പൊ രണ്ടാമത്തെ പൊട്ടില് വീട് പോകുന്നൊക്കെ നമ്മൾ കണ്ടോണ്ട് നിൽക്കാണ്. അപ്പൊ നമ്മളെ കൂടെ ഒരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിട്ട്. ആ ഓട്ടത്തിനിടക്ക് ഉപ്പാനും ഉമ്മാനും വിളിച്ചിട്ടാണ് ഓടുന്നത്. അപ്പൊ നല്ല അത്യാവശ്യം വലിയ കുന്നാണ്. അപ്പൊ അതിന്റെ മേലെ കയറുമ്പോൾ ഒരു കാല് കുഴിയിലേക്ക് വീണതാണ്. കളിച്ചു വളർന്നൊക്കെ ഈ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെയാണ്. ഈ സ്കൂൾ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നതും ക്യാമ്പും കാര്യങ്ങളൊക്കെ. ഈ ദേശീയതാരമായി, പക്ഷെ ഇവിടെ തന്നെയായിരുന്നു, പയ്യന്നൂരിലാണ് പഠിക്കുന്നത്. അപ്പം സ്ഥിരമായി നാട്ടിൽ വന്നു പോകാറുണ്ടോ? ഇല്ല, കളിക്കാൻ മാത്രം കോളേജിൽ പോകും. പിന്നെ ഇവിടെയാണ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വളർന്നത്. നിങ്ങൾക്ക് ഗ്രൗണ്ടില്ല, എല്ലാം പോയി. വീടും ഗ്രൗണ്ടും ഫ്രണ്ട്സും, കൂടെ കളിച്ച ഫ്രണ്ട്സും. ഈ ഉരുൾപൊട്ടുന്നതിന്റെ അതേ ദിവസം വൈകിട്ട് നമ്മൾ കളിച്ചൊരു 5-6ഓളം പേര് കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. തലേ ദിവസം ആ ദിവസം പൊട്ടുന്നതിന്റെ അതേ ദിവസം വൈകിട്ട് കളിച്ച ഇതൊക്കെ ഇപ്പം അവിടുന്ന് കണ്ടെടുത്ത് വന്നതാണോ? വീട് ഏകദേശം ഫുൾ പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തതാണ്, ചളീന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ്. കയ്യിലെടുത്തോണ്ട് ഓടാൻ പറ്റില്ല. ഒന്നുമില്ല, ലൈറ്റ് ഇല്ലാത്ത കാരണം ഫോൺ എടുത്ത് ഫ്ലാഷ് അടിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും എടുത്തില്ല. ഇതിനകത്തൊരു കാര്യം, നമ്മുടെ ഒരു ഗ്രാമം മുഴുവൻ നശിച്ചു, നിങ്ങൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ നശിച്ചു. ഇനി അതെല്ലാം ഓർമ്മയായിട്ട് ഇങ്ങനെ മാറും. അല്ല, ഇപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെവിയിൽ ഇങ്ങനെ മുഴുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് കളിച്ച കൂട്ടുകാരടക്കം പോയി. അന്ന് വൈകിട്ട് ഒരു 9 മണി വരെ കൂടെ കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് പോയതാണ്. പിന്നെ രാവിലെ അറിയുന്ന എല്ലാവരും മിസ്സിംഗ് ആണ്, കാണുവാനില്ല. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും സതീഷിനുമൊപ്പം ഷെഫീദ് റാവുത്തർ, 24 വയനാട്.